Hi everyone, let's have another session of electromagnetics. My name is Swati Sunadan. I am working as an assistant professor in EEE department of SNIT. Let's revise the module 1. So in module 1, in this session, we are going to refresh the concepts of coordinate systems. Okay. So module 1-ലെ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യം പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ്. ഓക്കെ, ഇതിനെ എല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. സോ അതിനെ ഒന്ന് റിവൈസ് ചെയ്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടുന്ന പോയിന്റ്സ് അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മെയിൻലി 3 ടൈപ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ് പഠിച്ചിട്ടുള്ളത്. കാർട്ടീഷ്യൻ, സിലിണ്ടറിക്കൽ ആൻഡ് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഓരോ ടൈപ്സിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം എന്താണ് കോർഡിനേറ്റ് സിസ്റ്റം, എന്തിനാണ് കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, കോർഡിനേറ്റ് സിസ്റ്റം വിച്ച് ഇസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എ പോയിന്റ് ഇൻ സ്പേസ്. സ്പേസിലുള്ള ഒരു പോയിന്റ്, നമ്മുടെ ചുറ്റുമുള്ള സ്പേസിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പോയിന്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ there are 3 simple coordinate systems to describe a vector accurately, such as specific length, directions, angles, projections or component. ഓക്കെ, അതായത് നമ്മുടെ സ്പേസിലുള്ളൊരു പോയിന്റ്. ഓക്കെ, നമ്മളെല്ലാവരും കാണുന്ന ഒരു ലിവിങ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മളുടെ എയറിൽ ഒരു ഒരു ഈച്ച നിൽക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഈച്ചയുടെ എക്സാക്റ്റ് പൊസിഷൻ നമ്മളുടെ റൂമിൽ എവിടെയാണെന്ന് നമ്മൾ എങ്ങനെ പറയും? അല്ല, നമ്മളിപ്പോൾ റൂമിൻ്റെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂമിന് വോൾസ് ഉണ്ട് അല്ലേ, ആ വോൾസ് ഉണ്ട് അല്ലെങ്കിൽ കോർണേഴ്സ് ഉണ്ട് അല്ലേ. ആ കോർണറിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറി, അല്ലെങ്കിൽ ആ വോളിൽ നിന്ന് ഇത്ര ആംഗിൾ, അല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ആ ഒരു ഈച്ചയുടെ പ്രൊജക്ഷൻ അല്ലെങ്കിൽ പൊസിഷൻ പറയാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയുള്ള കേസുകളിൽ, അതായത് സ്പേസിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ, ഡയറക്ഷൻ, ആംഗിൾ അല്ലെങ്കിൽ സ്പെസിഫിക് ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കോർഡിനേറ്റ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു ക്യൂബിലെ പോയിന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിലെ പോയിന്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പിയറിൻ്റെ പോയിന്റ് ആയിട്ടോ അങ്ങനെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദാറ്റ് വി ആർ ഡിവൈഡഡ് ദ കോർഡിനേറ്റ് സിസ്റ്റംസ് ഇൻടു 3. ഫസ്റ്റ് വൺ ഈസ് എ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. സോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ 3 ഡയമെൻഷനിലാണ് നമ്മളുടെ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. സോ 3 ഡയമെൻഷനിൽ വരുമ്പോൾ എന്ത് വരും? 3 കോർഡിനേറ്റ്സ് വരും. സോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം. ഇതിൽ യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ്സ് ആണ് എക്സ്, വൈ, ഇസഡ്. സോ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ നമ്മുടെ സ്പേസിലുള്ള ഒരു പോയിന്റിനെ ഇൻ ടേംസ് ഓഫ് എക്സ്, വൈ, ഇസഡ് അതിൻ്റെ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. നെക്സ്റ്റ് സിസ്റ്റമാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ പോയിന്റ് ഒരു സിലിണ്ടറിൻ്റെ സർഫസിലുള്ള ഒരു പോയിന്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആ ഒരു രീതിയിൽ ആ പോയിന്റിനെ അനലൈസ് ചെയ്യുന്നു. അങ്ങനെ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ആ പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് റോ, ഫൈ, ഇസഡ്. ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. ഓക്കെ, മൂന്നാമത്തേതാണ് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഒരു സ്ഫിയറിൻ്റെ പാർട്ട് അല്ലെങ്കിൽ സ്ഫിയറിൻ്റെ സർഫസിലുള്ള ഒരു പോയിന്റ് ആണെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് ആ ഒരു രീതിയിൽ അതിനെ അനലൈസ് ചെയ്യുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോർഡിനേറ്റ്സ് ആണ് ആർ, തീറ്റ, ഫൈ. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഫസ്റ്റ് കോർഡിനേറ്റ് സിസ്റ്റമാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പാരലലോപൈപ്ഡ് അല്ലെങ്കിൽ ഒരു പാരലൽ പ്രിസം, റെക്ടാങ്കുലർ പ്രിസം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന എക്സ്, വൈ, സെഡ് പ്ലെയിനിലെ പോയിന്റ് പി എന്ന് പറയുന്നത് ഒരു പ്രിസത്തിൽ, ഒരു റെക്ടാങ്കുലർ പ്രിസത്തിലെ ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കാം. ഇനി ഈ പോയിന്റിന്റെ കറസ്പോണ്ടിങ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്താണ്? ഇറ്റ് ഈസ് എക്സ്, വൈ, ഇസഡ്. അതായത് ഈ പോയിന്റിന്റെ എക്സാക്റ്റ് പൊസിഷൻ നമ്മൾ
എങ്ങനെ മാർക്ക് ചെയ്യും? സേ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ താഴോട്ടുള്ള ലൈൻ കൺസിഡർ ചെയ്തിട്ട് അതിനെ എക്സ് ആക്സിസിലോട്ട് ജോയിൻ ചെയ്യുക, വൈ ആക്സിസിലോട്ട് ജോയിൻ ചെയ്യുക, എന്നിട്ട് ഈ പോയിന്റിന്റെ ഹൈറ്റ് അതാണല്ലോ ഇസഡ്. ഓക്കെ, ഈ 3 കോർഡിനേറ്റ്സ്. അപ്പോൾ എക്സ് ആക്സിസിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറി, വൈ ആക്സിസിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറി, ഇത്ര ഡിസ്റ്റൻസ് ഇസഡ് ആക്സിസ്. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനകത്ത് നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്തുള്ള മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ആണ്. ഒറിജിനിൽ നിന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, സോ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആർ വെച്ചിട്ടാണ്. ഇതെന്താണ്? ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് വെക്റ്റർ ആണ്. ഓക്കെ, സോ നമ്മുടെ കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ നിന്നും നമ്മുടെ കോർഡിനേറ്റ്സിന്റെ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഇനി ആ ആറിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് നമ്മൾ ബേസിക് മാത്സിൽ പഠിക്കുന്ന കാര്യമാണ്. ആർ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എ എക്സ് പ്ലസ് വൈ ഇൻറ്റു എ വൈ പ്ലസ് ഇസഡ് ഇൻറ്റു എ ഇസഡ്. ആർ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റേഴ്സും ഉണ്ട്. ഓക്കെ, ഇനി വെക്റ്റർ ആറിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ, ഇത് എക്സ് വൈ സെഡ് ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മളുടെ ആർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആറിൻ്റെ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്റ്റർ എന്ന് വരും, അതായത് എ ആർ. എ ആർ എന്ന് പറഞ്ഞാൽ വെക്റ്റർ ആർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ആർ. സോ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, സോ ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ് വൈ സെഡ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഈ കോർഡിനേറ്റ്സിൻ്റെ ഒക്കെ റേഞ്ച് എന്ത് മുതലാണ്? ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ എക്സ് എടുക്കുക. ഓക്കെ, സോ ഇത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. അതേപോലെ ഇതിൻ്റെ ബാക്കിലോട്ട് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ലെങ്ത് എവിടെ മുതൽ എവിടെ വരെ ആയിരിക്കും? ഒന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യും? വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് വിൽ വേരീസ് ഫ്രം -∞ ടു +∞. അതേപോലെ വൈയോ, ഇത് പോസിറ്റീവ് വൈ ഡയറക്ഷൻ, അതേപോലെ അത് നെഗറ്റീവ് വൈ ഡയറക്ഷനിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ വൈയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫ്രം -∞ ടു +∞. അതേപോലെ ഇസഡ്. ഓക്കെ, ഇസഡ് അപ്വേർഡ് ഡയറക്ഷൻ ആണ്. ഇത് പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ, താഴോട്ട് ഡൗൺവേർഡ് നെഗറ്റീവ് ഇസഡ് ഡയറക്ഷൻ. സോ ഇറ്റ് ഇസ് ഓൾസോ ഫ്രം -∞ ടു +∞. ഓക്കെ, നെക്സ്റ്റ് കോർഡിനേറ്റ് സിസ്റ്റം ആണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ പോയിന്റ്. ഓക്കെ, ഇതാണ് എൻ്റെ പോയിന്റ് പി. അത് ഒരു സിലിണ്ടറിൻ്റെ സർഫസിലുള്ള ഒരു പോയിന്റ് ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ ആ പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സി, ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ പോയിന്റ്സിന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റോ, ഫൈ, ഇസഡ്. ഇനി നമുക്ക് നോക്കാം റോ എന്താണ്, ഫൈ എന്താണ്, ഇസഡ് എന്താണ്. സോ ഇസഡ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഇസഡ് എന്ന് പറയുന്നത് ഹൈറ്റ് അല്ലേ, നമ്മളുടെ ആ പോയിന്റ് എത്ര ഹൈറ്റിലാണ് ഇരിക്കുന്നത് അതല്ലേ, അതായത് ഇസഡ് ആക്സിസിന് പാരലായിട്ട് വരുന്ന ആ പോയിന്റ്. അത് നമ്മൾ കാർട്ടീഷ്യനിൽ പറഞ്ഞ പോലെ തന്നെയാണ്. വെറാസ് റോ എന്താണെന്ന് നോക്കാം. സോ റോ എന്ന് പറയുന്നത് എന്തായിരിക്കും? റോ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് പോയിന്റ് എന്നുണ്ടെങ്കിൽ ഈ സിലിണ്ടറിന്റെ ആക്സിസിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, എളുപ്പത്തിൽ പറഞ്ഞാൽ എങ്ങനെ പറയാം? ആ ഒരു സിലിണ്ടറിന്റെ റേഡിയസ് എന്താണോ അതാണ് റോ അല്ലേ. സോ സിലിണ്ടറിന്റെ സർഫസിലാണ് ഈ പോയിന്റ് ഇരിക്കുന്നത്. അപ്പോൾ ആ സിലിണ്ടറിന്റെ ആക്സിസിൽ നിന്നും സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ആ സിലിണ്ടറിന്റെ റേഡിയസ് ആണ്. സോ ഇറ്റ് ഇസ് റോ. റോ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫൈ. ഓക്കെ, ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എൻ ആംഗിൾ അല്ലേ. സോ ആ ഫൈ എന്ന് പറയുന്ന ആംഗിൾ എങ്ങനെ മാർക്ക് ചെയ്യുന്നു? നമ്മുടെ എക്സ് ആക്സിസിൽ നിന്ന്. സോ ഇതാണ് എൻ്റെ പോയിന്റ്. ആ പോയിന്റിനെ ഞാൻ എന്ത് ചെയ്തു? എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്തു. അതായത് ഈ പോയിന്റിനെ താഴോട്ട് ഒരു ലൈൻ വരച്ചു. ഇനി ആ ലൈൻ എന്ന് പറയുന്നത് എൻ്റെ എക്സ് ആക്സിസിൽ നിന്നും എത്ര ആംഗിൾ മാറിയാണ്, അതാണ് എൻ്റെ ഫൈ. ഓക്കെ, എക്സ് ആക്സിസിൽ നിന്നും എൻ്റെ പോയിന്റിൻ്റെ പ്രൊജക്ഷനിലേക്ക് എത്ര ആംഗിൾ വരും, അതാണ് എൻ്റെ ഫൈ. ഓക്കെ, സോ ഇനി നമ്മൾ ഇതിൻ്റെ റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിലോ, സോ ഫോർ എക്സാമ്പിൾ റോ. റോ എന്ന് പറയുന്നത് ഒരു റേഡിയസ് ആണ്, അതൊരു കോൺസ്റ്റന്റ് ആണ് അല്ലേ. ആ റോ എന്ന് പറയുന്നത് അതിന് റേഡിയസ് എവിടെ മുതൽ എവിടെ വേരി ചെയ്യാം? എന്തായാലും റേഡിയസ് എന്ന് പറയുന്ന സാധനം നെഗറ്റീവ് വരാറില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിൽ നിന്നായിരിക്കും. സോ സീറോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻ ദ ആക്സിസ്. പിന്നെ അവിടെ നിന്ന് എങ്ങനെ പോവാം? ഈ സ്ട്രെയിറ്റ് ആയിട്ട് റോയുടെ വാല്യൂ എവിടെ വരെ വേണേലും പോവാം. സോ റോയുടെ റേഞ്ച് എന്ന് പറയുന്നത് 0 to ∞ ആയിരിക്കും. ഓക്കെ, അതേപോലെ ഫൈ. ഫൈ എന്ന് പറയുന്ന ആംഗിൾ ഈ എക്സ് ആക്സിസിൽ തന്നെയാണ് എൻ്റെ പോയിന്റ് എന്നുണ്ടെങ്കിൽ ആംഗിൾ 0 ആയിരിക്കും. ഇനി ഒരു റൗണ്ട് ഈ ഒരു
ഈ ഒരു ലൈൻ എനിക്ക് സ്വീപ്പ് ചെയ്ത് ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, അതായത് 2π ഡിഗ്രി. അപ്പോൾ എന്ത് വരും? എൻ്റെ ഫൈ 0 to 2π വരും. ഇനി ഇസഡ് നമ്മൾ ലാസ്റ്റ് കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇസഡ് -∞ to +∞. ഓക്കെ, സോ ഈ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം റെപ്രസെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വരച്ച് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ഫിഗർ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. വി ക്യാൻ സിംപ്ലി ഡ്രോ ദിസ് ഫിഗർ. അതായത് എൻ്റെ XYZ കോർഡിനേറ്റ്സ് കാണിക്കുക, എൻ്റെ ഒരു പോയിന്റ് കാണിക്കുക, അതിൻ്റെ റോ എന്താണ്? റോ എന്ന് പറയുന്നത് എൻ്റെ ഒറിജിനൽ ഈ ഒരു ഡിസ്റ്റൻസും റോയാണ്, ഈ ബ്ലൂ കളറിലുള്ളതും റോയാണ്. സെൻറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ആക്സിസിൽ നിന്നും എൻ്റെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അതാണ് എൻ്റെ റോ. എക്സ് ആക്സിസിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഫൈ. ദെൻ ഇസഡ് എന്ന് പറഞ്ഞത് ഇസഡ് ആക്സിസിന് പാരലലായിട്ടുള്ള എൻ്റെ ഡിസ്റ്റൻസ്. ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. ഓക്കെ, and the last one is the spherical coordinates. Spherical coordinate system. ഇവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു? എൻ്റെ കയ്യിലൊരു സ്ഫിയർ ഉണ്ട്. ആ സ്ഫിയറിൻ്റെ സർഫസിലുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. നമ്മളിവിടെ എല്ലാം യൂസ് ചെയ്യുന്നത് XYZ പ്ലെയിൻ തന്നെയാണ്. ഓക്കെ, XYZ പ്ലെയിനിലുള്ള ഒരു സ്ഫിയറിൻ്റെ സർഫസിലുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സ്ഫിയറിന്റെ സർഫസിലുള്ള പോയിന്റിനെ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നു. സോ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് r, θ, φ എന്ന് പറഞ്ഞൊരു കോർഡിനേറ്റ്സ് ആണ്. സോ ഇവിടെ r എന്തായിരിക്കും? സോ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് സെയിം ആസ് അവർ ഡിസ്റ്റൻസ് വെക്ടർ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അല്ലേ, ഒറിജിനിൽ നിന്നും പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇനി ഒരു സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് ഈ ഒറിജിനിൽ നിന്നും പോയിന്റിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ദ റേഡിയസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സ്ഫിയർ അല്ലേ. സോ അപ്പോൾ എൻ്റെ r എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സ്ഫിയറിൻ്റെ റേഡിയസ്. ഇനി അടുത്ത എന്താണ്? തീറ്റ. തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ്, അതായത് നമ്മുടെ പോയിന്റ് ഒറിജിനുമായിട്ട് മേക്ക് ചെയ്യുന്നതാണ്, ആ ഒരു ലെങ്ത് ആണ് r. ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടല്ലോ, ആ ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു OP എന്ന് പറയുന്ന ലൈൻ നമ്മുടെ ഇസഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത്? തീറ്റ. ഇനി ഫൈയോ? ഫൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പോയിന്റിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് XY പ്ലെയിനിൽ കൊണ്ടുവരുന്നു. ഇനി ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ സിമിലർ ടു അവർ r തന്നെയാണ് അല്ലേ. ഓക്കെ, ഇനി അതിന് എക്സ് ആക്സിസിൽ നിന്നും ആ ഒരു കറസ്പോണ്ടിങ് ലൈനിലേക്കുള്ള ആ ഒരു ആംഗിൾ അതാണ് ഫൈ. ഓക്കെ, r, തീറ്റ ആൻഡ് ഫൈ. സോ ആറിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ വേരിയേഷൻ എങ്ങനെ പറയാം? ആറിൻ്റെ വേരിയേഷൻസ് വി ക്യാൻ സേ ദാറ്റ് എന്തായാലും നെഗറ്റീവ് വരില്ല. സോ 0 to ആ റേഡിയസ് ഇൻഫിനിറ്റി വരെ പോകും. 0 to ഇൻഫിനിറ്റി ആണ് ആറിൻ്റേത്. ഇനി തീറ്റ ആണെന്നുണ്ടെങ്കിലോ സേ ഈ ഒരു ലൈൻ OP എന്ന് പറയുന്ന ലൈൻ നമുക്ക് എവിടെ മുതൽ എവിടെ വരെ സ്വീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? OP വേണമെന്നുണ്ടെങ്കിൽ ഇസഡ് ആക്സിസിൽ ലൈ ചെയ്യുന്ന ഒരു പോയിന്റ് ആവാം. സോ ഈ തീറ്റയുടെ, അപ്പോൾ ആ തീറ്റയുടെ വാല്യൂ 0. ഓക്കെ, സോ ഇസഡ് ആക്സിസിൽ നിന്നുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇസഡ് ആക്സിസ് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവ് താഴോട്ടും ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്വീപ്പ് ചെയ്യാൻ തുടങ്ങി, ഇവിടെ മുതൽ കറങ്ങി കറങ്ങി എവിടെ നെഗറ്റീവ് ഇസഡ് ആക്സിസ് വരെ വരും അല്ലേ, നെഗറ്റീവ് ഇസഡ് ആക്സിസ്. അപ്പോൾ ഈ തീറ്റ മൂവ് ചെയ്യുന്നത് എവിടെ മുതൽ എവിടെ വരെയാ? 0 മുതൽ 180 ഡിഗ്രി അല്ലേ. അപ്പോൾ തീറ്റയുടെ വേരിയേഷൻസ് നമ്മൾ എങ്ങനെ പറയാം? തീറ്റയുടെ വേരിയേഷൻ ഇറ്റ് ഇസ് ഫ്രം 0 to 180 ഡിഗ്രി. വെറസ് ഫൈ ആണെന്നുണ്ടെങ്കിലോ 0 to 360 ഡിഗ്രി. അതായത് തീറ്റ 0 to പൈയും ഫൈ എന്ന് പറയുന്നത് 0 to 2πയും ആറിൻ്റെ വേരിയേഷൻ 0 to ഇൻഫിനിറ്റി. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മുടെ പോയിന്റ്സ് r, തീറ്റ, ഫൈ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ പറയുന്നു. r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്ഫിയർ, തീറ്റ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആംഗിൾ മെഷർഡ് ഫ്രം ഇസഡ് ആക്സിസ്, ആൻഡ് ഫൈ എന്ന് പറയുന്നത് ആംഗിൾ മെഷർഡ് ഫ്രം എക്സ് ആക്സിസ്. ഓക്കെ, so that's all for the day. Thank you.